നമസ്കാരം. പെരിങ്ങമന ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയിലേക്ക് എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാന ഘട്ടങ്ങളുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും പഠനം, അതിനോടൊപ്പം ആരോഗ്യം, ഒരു നല്ല തൊഴിൽ, നല്ല സാമ്പത്തിക ഭദ്രത, അതിനോടൊപ്പം തന്നെ നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു പങ്കാളിയെ കിട്ടുക, വിവാഹ വിഷയം, സന്താനാദികൾ, ഇങ്ങനെയുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കടമ്പകളും ഘട്ടങ്ങളും കടന്നു പോകുമ്പോഴാണ് അതിനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് സാധാരണക്കാരൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈന്ദവ വിശ്വാസ സമ്പ്രദായത്തെ ഉൾക്കൊള്ളുന്നവർ ആശ്രയിക്കുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ക്ലേശങ്ങൾ, ആ വ്യത്യസ്തമായ ക്ലേശങ്ങൾ, ഇത്തരത്തിലുള്ള ക്ലേശങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. അതിൽ പ്രധാന വിഷയം, ഇന്ന് അടുത്ത ദിവസങ്ങളിലായി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അനുഭവം തന്നെ അതിനൊരു ഉദാഹരണവും അതിനുള്ളൊരു മറുപടിയോ ആകട്ടെ വീഡിയോകൾ എന്നാണ് മിക്കവാറും ചിന്തിക്കാറ്. അടുത്ത ദിവസങ്ങളിൽ ഒരു മാതാപിതാക്കളുടെ രോദനം, സങ്കടം എന്നുള്ള അവസ്ഥയിൽ കേൾക്കേണ്ടി വന്നത് മകൻ്റെ വിവാഹ വിഷയം തന്നെ. മകൻ്റെ വിവാഹ വിഷയം 32 വയസ്സായി, വിവാഹം നടക്കുന്നില്ല. സർവത്ര സ്ഥലത്ത് വഴിപാടുകൾ ചെയ്തു, സ്വയംവരാർച്ചന ചെയ്തു, പല തരത്തിലുള്ള കാര്യങ്ങളും ചെയ്ത് വിവാഹം മാത്രം നടക്കുന്നില്ല, ഫലസിദ്ധിയില്ല. ഇതെന്താ എന്നുള്ള ചോദ്യവുമായിട്ടാണ് ജ്യോതിഷാലയത്തിൻ്റെ എത്തിപ്പെടുന്നത്. അതിൽ നിന്ന് നമ്മൾ ജ്യോതിഷ സമ്പ്രദായ പ്രകാരമുള്ള ഒരു വിശകലനവും ഭൗതികമായ പശ്ചാത്തലത്തിലുള്ള ഒരു വിശദീകരണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിവാഹം നടക്കാത്ത പ്രശ്നത്തെക്കുറിച്ച് എന്താണ് ജ്യോതിഷത്തിൽ പറയാനുള്ളത് എന്ന് വെച്ചാൽ, വിവാഹ യോഗങ്ങൾ വ്യത്യസ്ത കാലഘട്ടത്തിൽ കാണിക്കാറുണ്ട്. പല ആളുകൾക്കും, ചില ആളുകൾ പറയുന്നത് കേൾക്കാം, 19 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞില്ല എങ്കിൽ 28 ആകും, 30 ആകും. പ്രത്യേകിച്ച് സ്ത്രീ വിഷയത്തിൽ, സ്ത്രീ ജാതകക്കാർക്കാണെങ്കിൽ, പെൺകുട്ടികൾക്കാണെങ്കിൽ ആ വിഷയം വളരെ ഗൗരവമുള്ള വിഷയവുമാണ്. അതുകൊണ്ട് തന്നെ ചില പക്വതയില്ലാത്ത കാലഘട്ടത്തിലുള്ള വിവാഹങ്ങളും സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില യോഗങ്ങൾ ജാതകത്തിൽ വിവാഹ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് കടന്നു പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള അർത്ഥത്തിൽ നിർബന്ധിക്കുന്ന ജ്യോതിഷ സംവിധാനവും അനുഭവത്തിൽ കാണാറുണ്ട്. ഇത് കഴിക്കണമെന്ന് ഇന്ന ആൾ പറഞ്ഞു, ഇന്നതുപോലെ പറഞ്ഞു, ജാതകത്തിലുണ്ട്, അതുകൊണ്ട് അങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം. പിന്നീട് എല്ലാവരും യോഗവും കാണാം അതിനകത്ത്. അത് വിവാഹം എന്ന് പറയുന്നൊരു യോഗം ഇത്ര കാലത്തിനകത്ത് എന്ന് ഒരു ജാതകർക്കാർക്കും സ്ഥായിയായിട്ട് സംഭവിക്കാറില്ല. കാരണം 20 വയസ്സിൽ നടക്കുന്ന വിവാഹങ്ങൾ 25, 35, 45, 45, 50 വയസ്സിൽ വരെ വിവാഹം നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ വിവാഹത്തിനൊരു നിശ്ചിത പ്രായം എന്നുള്ളത് ജ്യോതിഷ സമ്പ്രദായത്തിൽ, യോഗ സമ്പ്രദായത്തിൽ പറയാൻ സാധിക്കില്ല. എപ്പോൾ വേണമെങ്കിലും വിവാഹങ്ങൾ നടക്കുകയും അത് ഫലത്തിലല്ലാത്ത അവസ്ഥയാകാനും സാധ്യതകളുണ്ട്. ഇവിടെ വരുന്ന വിഷയം, എന്തുകൊണ്ട് ഈ വിവാഹത്തിനുള്ള ഇത്ര പൂജകളും കാര്യങ്ങളും വഴിപാടുകളും നേർച്ചകളും ചെയ്തിട്ടും വിവാഹം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന വിഷയം. ഇതിന് ജ്യോതിഷത്തിൻ്റെ ഭാഷയിൽ എന്താണ് ഇതിനൊരു വിശദീകരണം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. സത്യത്തിൽ ഒന്നാമത്തെ അതിനുള്ള മറുപടി, കൃത്യതയാർന്ന പരിശോധന ജാതകവശാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തത വരുത്താതെയുള്ള വഴിപാടുകളാണ് നടത്തുന്നത് എന്നുള്ളതാണ് വസ്തുത.
കാരണം നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയ ആയാലും മറ്റുള്ള തലത്തിലുള്ളതായ അതിപ്രസരം മൂലം ആളുകൾ ഛിന്ന ഭിന്നമായിട്ട് ഇത്തരം വിഷയങ്ങളെ തേടിപ്പോകുമ്പോൾ ഇതിനൊരു പരിഹാരം ഇന്നതാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ രോഗമറിയാതെ രോഗത്തെ വ്യക്തത വരുത്താതെ വൈദ്യം ചികിത്സ ചെയ്യുന്നൊരു രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. അതുതന്നെ ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇതിൽ വരുന്ന പ്രധാന വിഷയം പൂർവികമായിട്ടും കുടുംബപരമായിട്ടുണ്ടാകുന്ന ചില ദുരിതങ്ങൾ, ചില ശാപദുരിതങ്ങൾ, ഇത്തരത്തിലുള്ള ദോഷങ്ങൾ, എത്ര ജാതകത്തിൻ്റെ ദോഷം ഗുണബലങ്ങളും ജാതകയോഗത്തിൽ വിവാഹയോഗം അടുത്തിരിക്കുന്നതായാൽ പോലും, അതിനപ്പുറത്ത് വിവാഹം കഴിഞ്ഞതായാൽ പോലും ഈ ദുരിതങ്ങൾ ഈ വിവാഹത്തിൻ്റെ ഗുണമേന്മ കുറക്കുമെന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് പല വഴിപാടുകളും കഴിച്ചാലും ഫലവത്താവാത്തതിൻ്റെ പ്രധാന കാരണം ഈ വലിയ അവസ്ഥയെ മനസ്സിലാക്കാതെ ശ്രദ്ധിക്കാതെ വഴിപാടുകൾ ചെയ്തു കൊടുത്താൽ ആരോഗ്യത്തിന് മുൻപ് നമ്മൾ കഴിച്ച മരുന്ന് അതേ അസുഖമാണെന്ന് ധരിച്ച് വീണ്ടും കഴിക്കുന്നതിന് തത്തുല്യം. വേറൊരാൾ ചെയ്തു, അവർക്കത് ഫലിച്ചു, നമ്മളും അത് ചെയ്യുന്നു, പക്ഷെ നമ്മൾക്കത് ഫലിക്കുന്നില്ല. ഇതിനൊരു കാരണത്തിനുള്ള ഒരു കൃത്യമായ പരിഹാരം ഇതാണ്. കൃത്യതയാർന്ന ദശാപഹാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് രാശി കൃത്യത ബോധ്യത വരുത്തിക്കൊണ്ട് ജാതക വിശകലനം നടത്തി ആ സമയത്തുള്ള കാലയളവിലുള്ള വിവാഹയോഗങ്ങളെ പൂർണ്ണമായിട്ടും പരിപോഷിച്ച് വരുത്തണം. വിവാഹത്തിന് പല നേരിയ യോഗങ്ങളാണെങ്കിൽ പോലും അതിനെ ശക്തി വരുത്താൻ വേണ്ടി, നല്ല വിവാഹ യോഗങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രാർത്ഥനകളും പ്രായശ്ചിത്തങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് അതിനുള്ള ഒന്നാമത്തെ ശാശ്വതമായ പരിഹാരം. രണ്ടാമത്തേത്, വിവാഹം നടത്തുക എന്നുള്ളത് ഒരു പ്രതിജ്ഞ പോലെ എടുത്ത് വിവാഹം നടത്തി ആ നടത്തിയ വിവാഹത്തിൽ ഫലം കാണുന്നില്ല എന്നുള്ളതാണ് അടുത്ത വിഷയം. അതിനുള്ള പ്രധാന കാരണം വിവാഹം നടത്താൻ ആർക്കും എപ്പോഴും സാധിക്കും. കാരണം അതിന് ഭൗതികമായിട്ടുള്ള 2-4 ആൾക്കാരുടെയും ഇഷ്ടപ്പെടുന്ന 2 ആൾക്കാരുടെയും സാന്നിധ്യം മാത്രം മതി ഇന്നത്തെ നിയമ സംവിധാനത്തിൽ. പക്ഷേ ഇവിടെ വിഷയം അതല്ല. വിവാഹം കഴിച്ചാൽ ആ കഴിച്ച സമയത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നല്ലൊരു രീതിയിലുള്ള വിവാഹയോഗങ്ങൾ ജാതകത്തിൽ കണ്ടാൽ അപ്രകാരം നമ്മൾക്ക് അനുഭവയോഗത്തിൽ കാണുന്നില്ലാത്തതിൻ്റെ പ്രധാന ഹേതുവും ഇത്തരത്തിലുള്ള മുഹൂർത്തം. ഇപ്പോൾ പൊരുത്തം തന്നെ നോക്കാം. പൊരുത്തം തന്നെ 10-ൽ 8-ഉം 7-ഉം 9-ഉം 10-ഉം 10-ൽ 10 പൊരുത്തും 10-ൽ 12 പൊരുത്തും എടുത്തിട്ടാണ് പല വിവാഹങ്ങളും ചെയ്യുന്നത്. പക്ഷേ ആ വിവാഹങ്ങൾ ദീർഘത വരുത്താതെ, അധികം പൂർണ്ണത വരുത്താതെ, അത് ഫലവത്താവാത്ത രീതിയിലേക്ക് വിവാഹം ചെന്ന് അവസാനിക്കുന്നു. വിവാഹത്തിൻ്റെ അനന്തരഫലങ്ങൾ ചെന്ന് അവസാനിക്കുന്നു. വീണ്ടും ഇത് തന്നെയാണ് സാധാരണ ആളുകളുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും നേരിടുന്ന പ്രധാന പ്രശ്നം. ഇതിനെയും പ്രധാന കാരണം ഇതാണ്. കൃത്യതയാർന്ന രീതിയിലുള്ള മുഹൂർത്തമോ കൃത്യതയാർന്ന രീതിയിലുള്ളതായ പൊരുത്തങ്ങളോ വിശകലനം ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ സമർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വർദ്ധിച്ചു വരുന്ന വിവാഹ മോചനങ്ങൾക്ക് ജ്യോതിഷം വലിയൊരു രീതിയിൽ മറുപടി പറയേണ്ട ഒരവസ്ഥ വന്നത്. എന്നാൽ ഈ മറുപടി പറയാനുള്ള സന്നദ്ധതയൊന്നും ഒരു സാധാരണ ജ്യോതിഷ സംവിധാനം കൈകാര്യം ചെയ്യുന്നവരൊന്നും മുന്നോട്ട് വെക്കുന്നുമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ പൊരുത്തത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ, വിവാഹത്തിൻ്റെ യോഗത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും സ്വാധീനങ്ങളെയും സ്വാർത്ഥതകളെയും അവസ്ഥാന്തരപ്പെടുന്നു. അത്തരത്തിലുള്ള സന്ദർഭം നമ്മൾ ഒഴിവാക്കണം. വിവാഹത്തിൻ്റെ സംബന്ധമായ വിഷയങ്ങളായാലും അതുപോലെ തന്നെ ഇത്തരം യോഗങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്ത് അതാത് ദശാകാലത്ത് ആ യോഗ കാലഘട്ടത്തിൽ ചന്ദ്രാദി സൂര്യാദി ശുക്ര ഫലത്തെ സ്വാധീനത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം വിവാഹ ചിന്തനകൾ ആരംഭിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് മുഹൂർത്തം കണ്ടെത്താനും കണ്ടെത്തിയ വിവാഹം ആ സമയത്ത് തന്നെ കൃത്യതയോടുകൂടി പരിപാലിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ദീർഘമായ മംഗല്യയോഗം ആ ദമ്പതിമാർക്ക് ലഭിക്കുള്ളൂ.
അതും അതിൽ സ്ത്രീ പുരുഷ വിഭാഗത്തിൽപ്പെട്ട ആ വിവാഹ പ്രായക്കാർക്ക് അതിൻ്റെ യോഗബലങ്ങൾ ലഭിക്കുള്ളൂ. ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കൾ, ഉത്തരവാദിത്തമുള്ള ബന്ധുജനങ്ങൾ ഇത്തരത്തിലും കൂടി ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ജ്യോതിഷം എപ്പോഴും അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്കും ജീവിക്കും ലോകത്തിനും ഗുണമേന്മ വരുന്ന തരത്തിൽ മാത്രം ഉപയോഗപ്പെടുത്താൻ എല്ലാ സജ്ജനങ്ങളും പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ജ്യോതിഷത്തിൽ നിന്നും നമ്മൾക്ക് അതിൻ്റെതായ ഫലം നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നന്ദി, നമസ്കാരം.